കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം തുടങ്ങി. പഴയ കാഷ്വാലിറ്റിയിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. കാഷ്വാലിറ്റിയിലെ അപകടത്തെ തുടർന്ന് ബീച്ച് ആശുപത്രിയിലായിരുന്നു താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നത്. അപകടത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം പുരോഗമിക്കുകയാണ്. ബീച്ച് ആശുപത്രിയിലെ താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തനം തുടരുമെന്നും വൈകുന്നേരത്തോടെ പഴയ കാഷ്വാലിറ്റി പൂർണ്ണമായും സജ്ജമാകുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഒരു ദിവസം 1.5 ദിവസത്തോളം ബീച്ച് ഹോസ്പിറ്റലായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പേര് അറിയാതെ അവിടെ പോകുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി DMO ഡോക്ടർ രാജേന്ദ്രൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ടീം ഇപ്പോൾ സൂപ്രണ്ടുമായിട്ട് ഡോക്ടർ ശ്രീജനും നമ്മുടെ കൂടെ ഡിസ്കസ് ചെയ്ത് ഓവർലാപ്പ്, കാരണം സ്വാഭാവികമായിട്ട് ഒരു ഉച്ചവരെ നമ്മുടെ ടീം ഇപ്പോൾ ഡബിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഡബിൾ ഡ്യൂട്ടി. അപ്പോൾ ഉച്ചവരെ നമ്മുടെ കുറച്ച് ആൾക്കാർ ബീച്ചിലുണ്ട് ആ ക്രൗഡ് മാനേജ്മെൻറ്റ് നോക്കാൻ. അത് കഴിഞ്ഞ് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇവിടെ ഇന്ന് 8 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്തു, വൈകുന്നേരത്തോട് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓവർലാപ്പ് വെച്ചിരിക്കുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഈ പഴയ കാഷ്വാലിറ്റിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പറയുന്നത്. അവിടെ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ടോ? ഈ അപകടമുണ്ടായ കാഷ്വാലിറ്റി എന്നതോടുകൂടി പഴയ പോലെ ആക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അമൃത, ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ പഴയ കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഈ മുമ്പുണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ മാറ്റിയ കാഷ്വാലിറ്റിയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇനി വരുന്ന രോഗികളൊക്കെ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ ബീച്ച് ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടുന്ന് ആ അപകട സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റിങ്ങിൽ അവിടേക്കാണ് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ മാറ്റിയിരുന്നത്. അത് ഇന്ന് ഉച്ചവരെ തുടരും. അവിടെ നിരവധി പേഷ്യൻസ് അവിടെ നിലവിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റാനുള്ള ഒരു സമയവും അവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന രോഗികളൊക്കെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചവരെ ബീച്ച് ആശുപത്രിയിൽ കാഷ്വാലിറ്റി താൽക്കാലികമായി തുടരും. അതിനുശേഷം ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഇപ്പോൾ മാറ്റിയ കാഷ്വാലിറ്റിക്ക് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിക്കൊണ്ട് ഇനി വരുന്ന രോഗികളൊക്കെ തന്നെ മാറ്റിയ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കത്തിയ അല്ലെങ്കിൽ അപകടമുണ്ടായ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക് എത്ര സമയത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പൂർത്തീകരിച്ച് സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായും ഈ അപകടം നടന്ന കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നുള്ളതാണ് DMA അതുപോലെ പ്രിൻസിപ്പളും ഇപ്പോൾ നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളത് കൂടി മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിട്ടുണ്ട്.